ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് റിവ്യൂ ആണ്. നിങ്ങളൊക്കെ കരയാണ്, എനിക്ക് ചിരിയാണ് വന്നത്. നിങ്ങൾ കണ്ടില്ലായിരുന്ന? ഞാൻ ഡീസൻ്റാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ കുടുംബസ്ഥനാണ്, ഞാൻ ബിഗ് ബോസിൻ്റെ സൂപ്പറാണ്, ഞാൻ എവറിത്തിങ്, ഞാൻ മൊത്തം ഞാൻ. എൻ്റെ പൊന്ന് ജാക്കി അണ്ണാക്കൂ, സമ്മതിച്ചു നിങ്ങളെ. നല്ല ഒരു എന്താ പറയണേ, നല്ലൊരു മന്ദൂത്തിയാണ് നീ. അത് വേണ്ട, അത് കുറച്ചുകൂടെ നല്ലതായിപ്പോ. വേറെന്തൊരു പറയാം, എന്തെങ്കിലും ആവട്ടെ. ജാക്കി അണ്ണൻ്റെ സ്വയം പുകഴ്ത്തലിന് അതിന് വേദി ഒരുക്കി കൊടുത്ത ബിക്കു അണ്ണ ഒന്നും പറയാനില്ല. അണ്ണൻ പക്ഷേ കാര്യമായിട്ടാണ് ചെയ്തത്. ഒരു കണ്ണാടി കൂടെ കൊണ്ടുവച്ചു, നീ നിൻ്റെ മുഖത്ത് തൂക്കി കൊള്ളാൻ പറയും. അപ്പം ഞാൻ എൻ്റെ മുഖത്ത് തൂക്കിയാണ് ഒരെണ്ണം ചെയ്യുന്നതെങ്കിൽ, പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ അപ്പം കട്ട് ചെയ്യും. കാരണം അത് ശരിയാവത്തില്ല. എനിക്ക് തന്നെ എന്നോട് ചെയ്യുന്ന ചതിയായിട്ട് തോന്നും. അക്കൗണ്ടിനെങ്ങാനും ഫീലിംഗ് ഒന്നുമില്ല, അക്കൗണ്ട് അങ്ങ് തകർക്കുകയാണ്. ഞാനാണ് ഇവിടെ വെച്ച് ഏറ്റവും നല്ല മാന്യനായ വ്യക്തി. ഞാൻ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ മറ്റുള്ളവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓരോരുത്തരുടെയും പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ മിണ്ടിയിട്ട് പോലുമില്ല. അല്ലടാ ജല്ലേ പറഞ്ഞത് ആദിലേക്കും നൂറയ്ക്കും ദിയാസന മാത്രമേ ഉള്ളൂ. അത് പേഴ്സണൽ അല്ല, ക്വയറ്റ് പേഴ്സണൽ അല്ല, ഹൈലി പേഴ്സണൽ അല്ല. ഇൻസൾട്ട് ചെയ്യുന്നത്, കൂത്തി കൊല്ലുന്നതാണൊക്കെയുള്ള ദേഷ്യം വരുന്ന കാര്യമല്ലത്. ആണോ ഇല്ലയോ? ആണോ? പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? സർവത്ര കുശുമ്പും കുന്നായ്മയും കുനഷ്ടും കുത്തിത്തിരിപ്പും മൊത്ത ഗ്യാങ് ഉണ്ടാക്കി ഓരോരോ മനുഷ്യരെ വളരെ പ്ലേഫുള്ളായിട്ട് ഔട്ടാക്കിയ മിടുക്കനായ കള്ളനായ അക്കുവണ്ണം പറയുക, ഐ ആം ദ ഡീസൻ്റ് അളിയാ, ഐ ആം ദ ഡീസൻ്റ് എന്ന്. അക്കു നിനക്ക് തന്നെ കപ്പ്, പക്ഷെ പട്ടി വിലയാണ് ആ കപ്പിന്, മനസ്സിലായ? നീ കപ്പ് എടുത്തോണ്ട് പോ. ഷെർഗോ നിന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് ആ കപ്പ്. നീ അത് എടുത്തോണ്ട് പോയി വീട്ടിൽ വെച്ച അതിനെ കൊള്ളു. അനുമോൾക്ക് കിട്ടുകയോ അനീഷിന് കിട്ടുകയോ ഷാനവാസിനോ നെവീനോ കിട്ടുകയോ ചെയ്താൽ നെവീനാണ് അർഹതപ്പെട്ടത്. ടോട്ടലിൽ മൊത്തത്തിൽ നെവീനാണ് അത് അർഹതപ്പെട്ടതെന്ന് ഞാൻ പറയും. ഇപ്പോൾ കുറച്ചധികം അമ്മമാർ വിഷമത്തിൽ ആ പെൺകുട്ടിക്ക് ഫേവറായി നിൽക്കുന്നുണ്ട്. അനുമോൾക്കായിരിക്കും ചാൻസ്. ബട്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ അത് ഏറ്റവും അർഹതപ്പെട്ട വ്യക്തി നെവീനാണ്. നെവീൻ എപ്പോഴെല്ലാം അക്ബറിൻ്റെ കൂടെ കൂടിയോ അപ്പോഴെല്ലാം അനുമോൾക്ക് അഗൻസ്റ്റ് നിന്നിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ സ്പഷ്ടമാണ് ബ്രെയിൻ വാഷ് ചെയ്യുന്നതിൻ്റെ ലെവൽ. അനുമോളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അക്ബർ. ഇപ്പം അക്ബർ കിടന്ന് ഞെളിഞ്ഞ് അനുമോൾ എന്നെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കുടുംബം നശിപ്പിച്ചു, എന്നെ അങ്ങനെ പറഞ്ഞു, ആളുകളെ കൊണ്ടിട്ടു, ടോക്സിക്കായ ഫാൻസിന് ഇട്ട് കൊടുത്തു, ടോക്സിക്കായ PR-ന് ഇട്ട് കൊടുത്തു. നിന്റെ ടോക്സിക് PR പറയണ അനുമോളെ കൊല്ലണമെന്നാണ്. നമ്മളൊന്നും നിന്നെ കൊല്ലണമെന്നല്ല പറയണം, തച്ച് തീർക്കണമെന്നാണ് പറയുന്നത്. കൈ കിട്ടി 2 പൊട്ടിക്കണമെന്നാണ് പറയണേ, അല്ല നമ്മൾ കൊല്ലാനൊന്നും പറയുന്നില്ല. അപ്പോൾ ആഹ്വാനം ഇനി മീൻസ് അതുപോലും നിന്റെ ടീം അംഗങ്ങളാണ് ഒരു രീതിയിലുള്ള അന്തസ്സ് കീപ്പ് ചെയ്യാതെ ഈ വേലകൾ ചെയ്യുന്നത്. ഇനി നമുക്ക് രഹാബാത്ത് ആദില നൂറയുടെ പെർഫോമൻസ് കണ്ടാത്തൊന്നും തൊള്ള. ഇവളെ മാപ്പിള മരിച്ച് ഇവളൊരു 16 പെറ്റ്, ഈ 16 എണ്ണത്തിനെ വളർത്താൻ അവൾക്കൊരു പണിയും അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു ഫോം. രണ്ടാമതൊരു ഫോം എന്തെന്നറിയാമോ? വണ്ടി എങ്ങാണ്ട് ഇടിച്ച് കയ്യും കാലും ആവതില്ലാതെ ആളുകളുടെ സഹായത്തോടെ എടുത്തു തൂക്കിക്കൊണ്ട് നടക്കുന്നൊരു സ്റ്റേജ്. മൂന്നാമതൊരെണ്ണം ഉണ്ടല്ലോ, ഒരു 10-15 പേര് ബലാത്സംഗം ചെയ്ത് ഒന്നുമില്ല തീരെ അന്തം വിട്ട് നടക്കുന്ന മറ്റൊരു സ്റ്റേജ്. ഇതിൽ 3 സ്റ്റേജ് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഏതായാലും അമ്മാതിരി പെർഫോമൻസാണ്. ഞാനില്ലായിരുന്നു ഇതിനകത്ത്. സത്യത്തിൽ ആ പറയണതിലൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. ആ പെണ്ണിനകത്തില്ല, മറ്റേ ഭ്രാന്തിയാണ് വെള്ള കൂടെ ചേർന്ന് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. എനിവേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പറഞ്ഞിട്ടുണ്ട്. അനുമോൾക്ക് എഗൻസ്റ്റ് ആയിട്ട് അക്ബർ നിറയെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ശരിക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ക്രൈം അല്ലെങ്കിൽ അനുമോൾ പറഞ്ഞതും ക്രൈം അല്ല. അനുമോൾ പറഞ്ഞില്ല എന്ന് ഞാൻ പറയത്തില്ല, അനുമോൾ പറഞ്ഞിട്ടുണ്ട്. അത് ഉറപ്പാണ്, അനുമോൾ പറഞ്ഞിട്ടുണ്ട്. അനുമോൾ പറഞ്ഞത് മാത്രമാണ് പ്രശ്നമെങ്കിൽ, അക്ബർ പറഞ്ഞത് പ്രശ്നമല്ല എങ്കിൽ ആ കപ്പെടുത്ത് അക്ബറിൻ്റെ തലയ്ക്ക് വെച്ചുകൊള്ളു. ആർക്കും വേണ്ടത് കൊണ്ടുപോയി തിന്നോ, ഒരു കുഴപ്പമില്ല. പിന്നെ കരയുന്നത്, എനിക്ക് പേമ്പിള്ളേർ ഒരുപാട് കിടന്ന് കരയുന്നതിനോട് ഒരു പൊരുത്തമില്ല. ഇവക്കെന്താ തലയിൽ കിണറാണോ? മോങ്ങി തള്ളാണ്. ആ ലക്ഷ്മിയെ കണ്ടുപിടിക്കുക. അവളെന്താ പറഞ്ഞേ? കരഞ്ഞാൽ ജയിക്കില്ല, നമ്മൾ പറയേണ്ട കാര്യം കൃത്യമായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് തന്നെ പറ. കരഞ്ഞങ്ങോട്ട് തകർക്കണം, തലയിൽ കിണർ വെച്ചുകൊണ്ട് നടക്കണം പെണ്ണ്. എന്തിനാ ഇപ്പം മോങ്ങണേ? അത് ആ ലക്ഷ്മി ചോദിച്ചാൽ കറക്റ്റാ. മോങ്ങണേ എന്തിനാ? അങ്ങനെയെന്ന് പറ. അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മയ്ക്കാണ് നമ്പർ കൊടുത്തത് എന്നുള്ളത് ഓക്കെ. ആ ഒരു പോയിന്റിൽ അവൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഓക്കെ. മറ്റതിൽ നീ പിൻവാങ്ങരുത്. അതെ, ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു എന്നെ ഡിഗ്രേഡ് ചെയ്യാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിനിപ്പോൾ എന്താ? അതിലെന്താ തർക്കം ഇരിക്കുന്നത്? എന്താ കുഴപ്പമിരിക്കുന്നത്? അത് ഫാക്ടല്ലയോ, അത് ചെയ്യുമല്ലോ. എന്താ അക്കു അണ്ണ അമ്മയും വന്നപ്പോൾ പറഞ്ഞില്ലയോ?
അക്കുവണ്ണൻ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയപ്പം അക്കുവണ്ണൻ്റെ അമ്മച്ചിക്ക് വിളിച്ച് അക്കുവണ്ണനെ ഉപദേശിക്കാൻ പറ്റിയോ? അത് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതും കുഴപ്പമില്ല. മനസ്സിലായോ? നിങ്ങൾ തമ്മിലാണ് കോമ്പറ്റീഷൻ എങ്കിൽ രണ്ടും കണക്കാ. അത്രേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഒരു കാരണവശാലും അനുമോൾ ചെയ്തത് തെറ്റല്ല, മറിച്ച് അപ്പുറത്തൊന്നും തെറ്റല്ല, രണ്ടും കണക്കാ. പക്ഷേ അക്ബർ ഇന്ന് കാണിക്കുന്ന പച്ച പോക്കൃത്തരമാണ്. കാരണം അവൻ അറിയാം ഇത് കള്ളത്തരമാണ്. അവന് സർവത്രവും അറിയാം. അവൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിഡ്ഢികളാക്കുന്ന തെറ്റിദ്ധരിച്ച് സ്വയം വിഡ്ഢി കുഷ്മാണ്ഡമായി അവിടെ നിൽക്കുന്നതാണ്. തലയിൽ ആള് താമസമുള്ളവർക്കേ അത് പിടികിട്ടു, അല്ലാത്തവരെ ഞാൻ പറയുന്നില്ല. അക്ബർ എന്ന വ്യക്തിക്ക് നല്ല സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് അക്ബർ ശരിക്കും മാസ്റ്റർ പ്ലേ കളിക്കുകയാണ്. ഐ റിയലി ഫീൽ പിറ്റി. എന്തുകൊണ്ടെന്നറിയാമോ? കാര്യം പറഞ്ഞുതരാം. നമ്മളൊരു റണ്ണിങ് കോമ്പറ്റീഷൻ വെക്കുകയാണ്, 100 മീറ്ററിൻ്റെ റണ്ണിങ് കോമ്പറ്റീഷൻ വെക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളുടെ പാത്തിൽ മാത്രം എംപ്റ്റി ആക്കി വെച്ചിട്ട് നമ്മൾ ഓടുകയാണ്. ബാക്കി എല്ലാവർക്കും കല്ലിട്ട് കൊടുക്കുന്നു, ആണിയിട്ട് കൊടുക്കുന്നു. എല്ലാവരും തളർന്ന് വീഴുകയാണ്. നീ ഓടി അങ്ങ് കയറി ജയിച്ചു. നീ ജയിച്ചതായിട്ട് വരുമോ? ഒരിക്കലും ഇല്ല. അതേസമയം അവർക്കാർക്കും കല്ലോ മണ്ണോ ഒന്നുമില്ലാതെ നിനക്ക് മാത്രം കല്ലും ഇട്ട് തന്നിട്ട് ഓടുന്ന് പറഞ്ഞാൽ ആ കല്ലിൽ ചവിട്ടിക്കൊണ്ട് നീ ഓടി അങ്ങ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് വിജയം. അതാണ് വിജയം. ഇത് വെറും ഡ്യൂപ്ലിക്കേറ്റഡ്. ആരെ പറ്റിക്കുന്നടാ പില്ലേ? കഷ്ടം തന്നെടാ. ഒരൽപ്പം ഉളുപ്പ്, ലേശം സെർണിയോള ഇള്ളോള, നാണമുണ്ടോടാ, നാണമുണ്ടോടാ, ഒരലിപ്പ ഉളുപ്പ്. കപ്പ അനുമോൾക്ക. നീ ഇനി എന്ത് കുന്തം പറഞ്ഞാലേ കപ്പ അനുമോൾക്ക. അല്ലെങ്കിൽ അത് കൊടുക്കേണ്ടത് നെവീന്, വേറെ ആർക്കുമില്ല. പതറി പണ്ടാറടങ്ങി നിൽക്കുകയാണ് അനീഷും ഷാനവാസും. അനീഷ് ഹാപ്പിയാണ്. അനീഷിന് കപ്പ് വേണമെന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ അനീഷ് ആയിരുന്നേനെ വിന്നർ. എങ്ങനെ വിന്നറായെന്ന് അറിയാമോ? അനുമോളെ ഈ ഒരു സമയത്ത് പ്രൊട്ടക്ട് ചെയ്തിരുന്നെങ്കിൽ അവനായിരുന്നേനെ വിന്നർ. ഷാനവാസ് വളരെ രീതിയിൽ വളരെ അന്തം വിട്ടിട്ടാണുള്ളത്. എന്തുകൊണ്ടെന്നും പറഞ്ഞുതരാം. ഷാനവാസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു കൂട്ടമുണ്ട്. അത് താങ്ങാൻ ഷാനവാസിന് പറ്റില്ലെന്ന് അയാൾക്ക് അറിയാം. അനുമോൾ അയാൾ സപ്പോർട്ട് പറഞ്ഞാൽ ഈ ഫുൾ ഐറ്റം അപ്പുറത്ത് നിന്നുകൊണ്ട് ഷാനവാസിനെ ടാർഗറ്റ് ചെയ്യും. കപ്പ് കിട്ടിയില്ലേലും വേണ്ടിയില്ല, വ്യക്തിത്വം നഷ്ടപ്പെടരുതെന്നുള്ള അയാളുടെ തീരുമാനം കറക്റ്റാണ്. ഷാനു അങ്ങനെ തന്നെ പോയിക്കോട്ടെ, അതാണ് കറക്റ്റ്. എന്തിനാ നശിപ്പിക്കപ്പെടുന്നത്? അനുമോൾക്ക് ഇത് വേണം, 100 വട്ടം വേണം. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായി തിരഞ്ഞെടുക്കുക. നീ എത്ര ക്ലവർ ആണെങ്കിലും നിന്റെ സൗഹൃദത്തിൽ വന്ന പാളീച്ച നീ ഇപ്പം കണ്ടോ? പാളിച്ച എന്ത് സുനായിരുന്നാലും അത് ലക്ഷ്മിയെ കണ്ടുപഠിക്കണം. ലക്ഷ്മി റോൾ മോഡലാണ്. അവൾ അവിടെ പറഞ്ഞത് എനിക്ക് ഇവിടെ ഇഷ്ടം നെവീനെ മാത്രമാണ്, നെവീൻ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പോയിന്റാണത്. അവൾ പറഞ്ഞു, നിങ്ങൾ ഇനി എന്ത് കുന്തം പറഞ്ഞാലും എൻ്റെ വീട്ടിൽ ഞാൻ ഇവറ്റകളെ കേറ്റില്ല. അത് കറക്റ്റല്ലേ? അവളെ കൂടെ അടികൂടി ഇവളുമാർക്ക് വേണ്ടി നീ ഉണ്ടാക്കിയിട്ട് ഇന്ന് നിനക്കൊരു മാനസിക പ്രയാസം വന്നപ്പോൾ നിന്റെ കൂടെ ലക്ഷ്മി മാത്രമായി. അതാണ് കർമ്മഫലം. ആ പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്യാൻ ഇവളുമാർക്കൊപ്പം നിന്ന് നന്ദിയില്ലാത്ത, ഒരു രീതിയിലും നിന്നെ ഒരു സൗഹൃദം പോലും ആയി പരിഗണിക്കാതെ നിന്റെ ഫെയിമിന് വേണ്ടിയിട്ട് നിന്നെ ചേർത്ത് പിടിച്ച ഈ വിഷജന്തുക്കൾക്കൊപ്പം നിന്നുകൊണ്ട് നീ യഥാർത്ഥത്തിൽ നിന്റെ സുഹൃത്തായിരിക്കേണ്ട ലക്ഷ്മിയെ അടിച്ചു. അവൾ പെണ്ണാണ്. അതുപോലൊരു പെണ്ണ് നീ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിന്റെ കയ്യിലെ ഈ തലയിലെ കിണർ വീട്ടിൽ പോയി ഇറക്കി വെക്കണം. മേലെ ആ കിണറും കൊണ്ട് മുറ്റത്ത് കണ്ടുപോരും. ബാക്കിയൊക്കെ ഓക്കെ. ഈ ഇന്നത്തെ എപ്പിസോഡിൽ മുഴുക്ക അക്ബറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സിംഗ സോങ് എന്നും പറഞ്ഞുകൊണ്ട് വരുന്നു. ദേ കിടക്കണം നമ്മുടെ രേണു സുധി വരെ പാട്ടുപാടി ഊഫി 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 ഊഫി. അത് ഹിന്ദി ഗാനം തന്നെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു. അവസാനം ആ പെണ്ണ് പറയുന്ന ഒരു പോയിന്റ് കറക്റ്റ് ഉണ്ട്. മുജെ ഹിന്ദി മാലൂം ഹേ എന്ന് വെച്ചാൽ അവക്കത് വശമില്ല. അവളോട് മലയാളം പാടാൻ പറയണ്, തെറ്റായ ലിറിക്സ് അവക്ക് വശമില്ല. ഇതൊക്കെ എന്താണെന്നറിയാമോ? അവൻ പാടി ഹിറ്റാക്കിയ സോങ്സ് എല്ലാം അവളെ കൊണ്ട് പാടിക്കുന്നു. അത് ഏറ്റുപാടുമ്പോൾ ആളുകളുടെ ഉള്ളിലേക്ക് ഒരു ഗായകന് കിട്ടുന്ന അക്സെപ്റ്റൻസ് മിസ്റ്റർ അക്കുവിന് കിട്ടുന്നു. കണ്ണാടിയുടെ മുമ്പ് നിന്നുകൊണ്ട് സ്വയം പുകഴ്ത്താനുള്ള ടാസ്ക് ഇട്ട് കൊടുക്കുന്നു. ഈച്ച് ആൻഡ് എവറിത്തിങ് വെൽ പ്ലാനഡ് ആൻഡ് പെർഫോമഡ്. സൂപ്പർ. പക്ഷെ അത് ഉൾക്കൊള്ളാൻ ഈ 3.5 കോടി ജനങ്ങളിൽ ഞാനില്ല. നിങ്ങളുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി.